ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമ്പത്തിനെ കുറിച്ചാണ്. എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും സമ്പന്നനാവുക അല്ലെങ്കിൽ ഒരുപാട് പണം സമ്പാദിക്കുക എന്നുള്ളത്. പക്ഷെ പലർക്കും അതൊരു സ്വപ്നം മാത്രമാണ്, ശരിയല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവർ ഫേസ് ചെയ്യുന്ന കടബാധ്യതകളാണ്. കടം ഉണ്ടെങ്കിൽ നമുക്ക് സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, അല്ലേ? എങ്ങനെയെങ്കിലും കടബാധ്യത തീർത്ത് സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതി എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? നമ്മൾ കൂടുതലും കടം എന്ന വാക്കിലേക്കായിരിക്കും ഫോക്കസ് കൊടുക്കുക. അതായത് പണമില്ലാത്ത അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ്, തോട്ട്സ്, പ്രവൃത്തികളെല്ലാം ഈ അവസ്ഥയെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു ഫാമിലിയിൽ കടബാധ്യതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫാമിലിയിലുള്ള കുട്ടികളോടും അല്ലെങ്കിൽ ആ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കതിനുള്ള അർഹതയില്ല അല്ലെങ്കിൽ നമുക്കത് നേടാനുള്ള സാമ്പത്തികം ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ലാക്കിംഗ് മൈൻഡ് സെറ്റാണ് അവിടെ ക്രിയേറ്റ് ആവുക. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ എന്തിലേക്കാണോ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അതിലേക്കാണ് കൂടുതൽ എനർജി ഫ്ലോ ചെയ്യുക. അതുകൊണ്ട് തന്നെ കടത്തിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് കടം പെരുകിക്കൊണ്ടിരിക്കും. ഒരു കടത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മറ്റൊരു കടത്തിലേക്കായിരിക്കും അവർ ചെന്നെത്തിപ്പെടുന്നത്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും അവരെ കൊണ്ട് ചെന്നെത്തിക്കുക. ഇത് പലരെയും തെറ്റായ തീരുമാനത്തിലേക്ക് വരെ കൊണ്ടു ചെന്നെത്തിക്കാറുണ്ട്, ശരിയല്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ പരിഹാസനായിട്ട് അല്ലെങ്കിൽ തോറ്റവനായിട്ടൊക്കെ ജീവിക്കേണ്ടി വരാറുണ്ട്. ഇപ്പൊ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അതിൽ നിന്നെല്ലാം പുറത്തു കടന്ന് നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും. എങ്ങനെയാന്നല്ലേ പറഞ്ഞു തരാം. അതിനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ക്ലിയർ ഇന്റൻഷൻ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമുക്കിപ്പോൾ പണമല്ലേ വേണ്ടത്, അപ്പോൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും, ഇത്രയും കടത്തി മുങ്ങി നിൽക്കുന്ന ഞാൻ എങ്ങനെയാണ് പണത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്? ഞാൻ എന്ത് ചെയ്താലും ശരിയാവാൻ പോണില്ല, എൻ്റെ വിദ്യയാണ് ഇതൊക്കെ, എൻ്റെ തലയിലെഴുത്താണ്, പണം എവിടെ നിന്ന് കിട്ടാനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ പരാതികളൊക്കെയാണ് നിങ്ങൾ എപ്പോഴും പറയുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കഷ്ടത്തിലേക്കായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആദ്യം തന്നെ പരാതി പറയുന്നത്, അതേപോലെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നതൊക്കെ നിർത്തുക. എന്നിട്ട് സമ്പത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. പണത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്ര പണം വേണം എന്നുള്ളത് ഒരു ക്ലിയർ ഇന്റൻഷൻ നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ആ പണം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയൊക്കെ ജീവിക്കും എന്നുള്ളത് എഴുതി വെച്ച് വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കൊരു 10 ലക്ഷം രൂപയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ജീവിക്കുക, എന്തൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യും, എന്തൊക്കെ ഡ്രസ്സ് വാങ്ങും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങും, അല്ലെങ്കിൽ എങ്ങനത്തെ ഫുഡ് കഴിക്കും, ഏതൊക്കെ വണ്ടിയിലായിരിക്കും യാത്ര ചെയ്യുക, എവിടെയൊക്കെ യാത്ര ചെയ്യും, എന്തൊക്കെ ബിസിനസ് ചെയ്യും, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ കാര്യങ്ങൾ വരെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ഇമോഷൻസും ഫീലിങ്സും വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ വിഷ്വലൈസ് ചെയ്യുക. ഞാൻ ഇത്ര പ്രശ്നങ്ങളിൽ നിന്നിട്ട് എങ്ങനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുള്ളൂ. പണം പല വഴികളിലൂടെ എന്നിലേക്ക് എളുപ്പത്തിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അഫർം ചെയ്തുകൊണ്ടിരിക്കുക. വിഷ്വലൈസേഷനും അഫർമേഷനും ദിവസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ന്യൂറൽ പാത്ത് വേ ക്രിയേറ്റ് ആവും. നമ്മുടെ ചിന്തകൾ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് മാറാൻ തുടങ്ങും. അങ്ങനെ ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ സമ്പന്നതയിലേക്കുള്ള ഒരുപാട് വാതിലുകൾ തുറക്കപ്പെടും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കുള്ളൂ നമ്മളിലേക്ക് പണം വന്ന് ചേരുന്നത്. പണം എന്നുള്ളത് ഒരു മോശമായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ നേടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതെല്ലാം ബുദ്ധിമുട്ടും മോശവും എളുപ്പമൊക്കെ ആവുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിലാണ് ഒരു വ്യത്യാസം വരുത്തേണ്ടത്. അതിന് വിഷ്വലൈസേഷനും അഫർമേഷനും നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തും കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിപ്പോൾ സ്നേഹമായാലും പണമായാലും വെറുപ്പായാലും ദേഷ്യമായാലും അങ്ങനെ എന്ത് തന്നെയായാലും നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അത് നമുക്ക് തിരികെ കൂടുതലായിട്ടായിരിക്കും തിരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്നും ഒരു പങ്ക് സഹായം കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു 100 രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ 10-20 രൂപ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കുക. സമ്പന്നര് എപ്പോഴും ചാരിറ്റി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അത് ഈ ഒരു രഹസ്യം അറിയാവുന്നത് കൊണ്ടാണ് അവർ ആ ചാരിറ്റി ചെയ്യുന്നത്. എത്രത്തോളം നമ്മൾ കൊടുക്കുന്നോ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് ആ കാര്യം വന്നു ചേർന്നുകൊണ്ടിരിക്കും. ഇനി അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക.
നിങ്ങൾക്കിപ്പോൾ കഴിക്കാൻ ഭക്ഷണമുണ്ടോ, അല്ലെങ്കിൽ കിടക്കാൻ ഒരു വീടുണ്ടോ, ധരിക്കാൻ ഒരു വസ്ത്രമുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കേൾക്കാനും കാണാനും മൊബൈല്, ഇന്റർനെറ്റ് അതേപോലുള്ള സൗകര്യങ്ങളൊക്കെ ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണും കാതും ഒക്കെ തന്നിട്ടില്ലേ? അപ്പോൾ അതൊക്കെ വലിയ അനുഗ്രഹങ്ങൾ തന്നെയല്ലേ? അങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. അതേപോലെ പണം ചെലവാക്കുമ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിപ്പോൾ ചെലവാക്കുന്നത് 1 രൂപയാണെങ്കിൽ പോലും ആ ചെലവാക്കാനായിട്ട് ആ 1 രൂപ ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ആ പൈസ ചെലവാക്കുക. അടുത്തത് പറയാൻ പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കടം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നിർത്തുക. പകരം നിങ്ങൾ പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ജേണൽ എഴുതുമ്പോഴും ഒക്കെ എനിക്ക് പണം തന്ന് സഹായിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് തിരികെ നൽകണം എന്ന് മാറ്റി ചിന്തിക്കുകയോ പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യാം. അവര് നിങ്ങളെ സഹായിച്ചതിന് മനസ്സറിഞ്ഞ് നന്ദിയും പറയുക. പണക്കാരനായതിനു ശേഷം ഇതൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെ വിചാരിക്കും തോറും നമ്മളുടെ മൈൻഡ് സെറ്റ് പഴയ രീതിയിൽ തന്നെയായിരിക്കും തുടർന്നു കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ മൈൻഡ് സെറ്റിൽ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ചെയ്തു തുടങ്ങിയാൽ മാത്രമേ നമ്മൾക്ക് സമ്പന്നതയിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സമ്പത്ത് എന്നുള്ളത് ഒരു എനർജിയാണ്. അത് നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ മാത്രമേ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പത്തിലേക്ക് എനർജി ഷിഫ്റ്റ് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ നമ്മൾ സമ്പന്നനാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങുക. അപ്പോൾ കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെട്ട് സമ്പന്നതയിലേക്ക് എല്ലാവർക്കും കുതിച്ചു മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.